സൗദിയിലെ ജിദ്ദയിൽ സമാപിച്ച GCC യോഗം ശരിയായ ദിശയിലേക്കുള്ള നല്ല ചുവടുവയ്പായി മാറിയെന്ന് വിലയിരുത്തൽ. ഇറാൻ യുദ്ധം മൂലമുള്ള പ്രാദേശിക വെല്ലുവിളികൾക്കിടെയാണ് സുപ്രധാന യോഗം സംഘടിപ്പിച്ചത്. അതേസമയം മേഖലയിലെ കടുത്ത വെല്ലുവിളികൾക്കിടയിലും കെട്ടുറപ്പിൻ്റെ സംയുക്ത പ്രഖ്യാപനമായി ജിദ്ദ ഉച്ചകോടി മാറി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. സൗദിയിലെ ജിദ്ദയിൽ നടന്ന ഗൾഫ് സഹകരണ കൗൺസിൽ കൺസൾട്ടേറ്റീവ് ഉച്ചകോടി ശരിയായ ദിശയിലേക്കുള്ള ആദ്യത്തെ നല്ല ചുവടുവയ്പായി മാറിയെന്നാണ് വിലയിരുത്തൽ. 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇവർ മുഖാമുഖം കണ്ടത്. GCC രാജ്യങ്ങൾക്ക് ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന പ്രഖ്യാപനം 6 രാജ്യങ്ങളും സ്വാഗതം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനും സ്വതന്ത്ര കപ്പൽപാത ഉറപ്പാക്കുന്നതിനും രാജ്യാന്തര ശ്രമങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഉച്ചകോടിയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയുടെ വാക്കുകളും ഇവിടെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. US-ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ശക്തമായി ആക്രമിച്ചു. 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് UAE ആണെന്നും GCC യോഗത്തിൽ ചർച്ചയായി. ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമായ UAE 59 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒപ്പക്കിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ച അന്തരീക്ഷത്തിലാണ് ഉച്ചകോടി നടന്നത്. അതേസമയം ഗൾഫ് മേഖലയ്ക്ക് പുറത്തുള്ള ആരെയും GCCയുടെ സുരക്ഷാ മുൻഗണനകൾ ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും ഉച്ചകോടി സംയുക്തമായി പ്രഖ്യാപിച്ചു. ഇപ്രകാരം എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ഐക്യത്തിന്റെ മറ്റൊരു കാഹളമായി ജിദ്ദ ഉച്ചകോടി മാറി. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.